മണ്ഡലമായ ധർമ്മടത്തിലേക്ക് പ്രചരണത്തിനെത്തുകയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന 5 ദിവസം കണ്ണൂരിൽ തന്നെ പ്രചരണം കേന്ദ്രീകരിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അതുപോലെ പ്രചരണം കണ്ണൂരിൽ കൂടുതൽ നീണ്ടു നിൽക്കാനാണ് സാധ്യത ഇനിയുള്ള 5 ദിവസം. അതുപോലെ തന്നെ വിമതർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നീക്കമൊക്കെ നടക്കുന്നത്. ഈ വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്തും വി അരുണും ചേരുന്നുണ്ട്. അരുൺ, സജിത്ത്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂട് പിടിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് ധർമ്മടത്തെത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കണ്ണൂരിൽ LDF-ന് കൂടുതൽ വേരൂന്നിയൊരിടം കൂടിയാണ്. അവിടെ മുഖ്യമന്ത്രി എത്തുമ്പോൾ പ്രചരണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരിലെ ഒരു സാഹചര്യം എന്താണ് മൊത്തത്തിലുള്ളത്? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ വരുന്നുള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. കണ്ണൂർ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം പറയാൻ കണ്ണൂർ തയ്യാറെടുക്കുകയാണ്. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇനി വരുന്ന 2-3 ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ട് എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രത്യേകത. അരുണ്, ഈ പാർട്ടി കോട്ടകളിൽ നേരിടുന്ന വിവാദങ്ങൾ, പ്രതിസന്ധികൾ, അതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മറുപടി പറയുക, അതാണോ CPM-ന്റെ ഈ ക്യാമ്പയിൻ? CPM കണ്ണൂരിൽ സാധാരണ നേരിടാത്ത തരത്തിലുള്ള ഒരു പ്രചരണ രീതിയാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കൂടിയാണ് ഇത്തവണ കണ്ണൂരിലുള്ളത്. കാരണം പാർട്ടി കോട്ടകൾ എന്നറിയപ്പെടുന്ന പയ്യന്നൂർ, അതുപോലെ തന്നെ തളിപ്പറമ്പ്, രണ്ടിടത്തും വിമതർ ചില്ലറക്കാരല്ല. ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഗോവിന്ദൻ, മറ്റേയാൾ ജില്ലാ കമ്മിറ്റി അംഗവും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അതായത് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ, ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരുപക്ഷെ പല പ്രധാനപ്പെട്ട തന്ത്രങ്ങളുമൊക്കെ തയ്യാറാക്കിയ 2 നേതാക്കൾ ഇത്തവണ കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കണ്ണൂർ, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അവസാന ദിവസം, ഈ കുട്ടിക്കലാശ ദിവസമൊക്കെ ഇവിടെ എത്താറുണ്ട്, 2 ദിവസം മുമ്പും. പക്ഷെ ഇത്തവണ അവസാന ഘട്ടം മുഖ്യമന്ത്രി കണ്ണൂരിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ, 2 മണ്ഡലവുമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിമതർ മത്സരിക്കുന്ന മണ്ഡലം. അവിടെ പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടം ഇതിനുണ്ട്. മുഖ്യമന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്നതിൽ പതിവിൽ കൂടുതലുള്ള ആൾക്കൂട്ടമൊക്കെ അവിടെ ഉണ്ടായി. ഒരുപക്ഷെ CPM അതൊരു ബോധപൂർവ്വ ശ്രമം നടത്തിയതാകാം, അത്തരത്തിൽ ആളെ കൂട്ടാനൊക്കെ. അതുപോലെ വലിയ വിമർശനം ഈ 2 വിമതർക്കുമെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചു. ഇന്നും നാളെയും അദ്ദേഹം ധർമ്മടത്ത് തന്നെ ഉണ്ടാകും. ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിൽ വലിയ ശക്തമായ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തിങ്കളാഴ്ച ധർമ്മടത്ത് മുഖ്യമന്ത്രി റോഡ് ഷോ ഉണ്ട്. ഇന്നലെ സ്വർലയുടെ നേതൃത്വത്തിൽ വലിയ കലാകാരന്മാരെ, പ്രകാശ് രാജിനെ പോലുള്ള പ്രശസ്ത താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇന്നലെ അവിടെ ധർമ്മടം മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് നാളെയും മുഖ്യമന്ത്രി ധർമ്മടത്തെ കേന്ദ്രീകരിക്കും. ഇനി വോട്ടിംഗ് കഴിഞ്ഞ ശേഷം മാത്രമാകും അദ്ദേഹം തലസ്ഥാനത്തേക്ക് തിരികെ പോകും. അനുശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഒരു ക്യാമ്പയിന്റെ പ്രത്യേകത. നമുക്കറിയാം, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്. മുമ്പ് VS ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു പല മണ്ഡലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പരമാവധി എടുത്ത് എത്തണം എന്നതാണ് അവരുടെ ക്യാമ്പയിന്റെ പ്രത്യേകത. അപ്പോൾ ആ തിരക്കുകൾ മാറ്റിവെച്ച് തൽക്കാലം മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ ക്യാമ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അരുൺ സൂചിപ്പിച്ച ഫാക്ടറാണ്. ഒരുപക്ഷെ അനുശ്രീക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ജില്ല കൂടിയാവുമല്ലോ കണ്ണൂർ. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയം ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പറഞ്ഞു വന്നത് 2 പ്രധാനപ്പെട്ട CPM ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിമത നേതാക്കളുടെ മറുചേരിക്കൊപ്പം ചേർന്നുള്ള മത്സരമാണ്. ഒപ്പം പേരാവൂര് അസാധാരണമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. പേരാവൂര് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ KK ശൈലജ എന്ന ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയെ CPM കളത്തിലിറക്കിയതോടുകൂടി UDF മിനിസ്ട്രി വന്നാൽ പ്രധാനപ്പെട്ട ചുമതലകളിലെത്തേണ്ട സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് എത്താൻ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്നാണ് സാഹചര്യം. ഇന്ന് 10 മണി 9 മണിയോടുകൂടി സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ട് ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. ഒപ്പം കണ്ണൂരിൽ K സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച കണ്ണൂർ മണ്ഡലം, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നു, TO മോഹനൻ മത്സരിക്കുന്നു. അദ്ദേഹം അവിടെ വിജയിച്ച് കയറുമോ? ഇതിനകം വരുന്ന ചില സർവേ റിപ്പോർട്ടുകളൊക്കെ ഇഞ്ചോടിഞ്ച് പോരാണ് കണ്ണൂരിൽ നടക്കുന്നതെന്നാണ്, കണ്ണൂർ മണ്ഡലത്തിൽ. അപ്പോൾ ആ പോരാട്ട ചിത്രത്തിന്റെയൊക്കെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകുമെന്നതാണ്. ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ സ്വഭാവം ഇനി ഇങ്ങോട്ട് ഇതാണ്. മുഖ്യമന്ത്രിയെ പരമാവധി ഈ വേദികളിൽ എത്തിച്ച് ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. മുഖ്യമന്ത്രി റോഡ് ഷോ അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളും ആ രീതിയിൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റു വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വരുന്ന ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കണ്ണൂരിലെത്താൻ സാധ്യതയില്ല. എന്തായാലും ഇടതു ക്യാമ്പ് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളും മറ്റു നീക്കങ്ങളിലേക്കും പോകുന്നു. ഒപ്പം UDF ക്യാമ്പിന്റെയും നീക്കങ്ങൾ ആ തരത്തിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ മലബാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടം
ഇത്തവണ കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ രാഷ്ട്രീയവും അതാണ്. എന്തായാലും ഈ പയ്യാമ്പലം ബീച്ചൊക്കെ വലിയ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്ന ഇടമാണ്. ഞങ്ങൾ രാവിലെ കുറച്ച് ആളുകളെ കണ്ട് അഭിപ്രായം തേടാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ രാവിലെ ആരെയും കണ്ടു കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അരുണ്, ഇന്നത്തെ ദിവസം, ഇനി അങ്ങോട്ടുള്ള ദിവസം ചുരുങ്ങിയ നാളുകൾ, പ്രചരണത്തിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കിട്ടിയ ഒരു സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും? തീർച്ചയായിട്ടും പരമാവധി ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ദിവസം കുറഞ്ഞെന്ന് പരിഭവം പറഞ്ഞുവെങ്കിലും അവരും അത് ഒരു അനുഗ്രഹമായി. കാരണം കടുത്ത ചൂടാണ്, പ്രചരണ ദിവസങ്ങൾ നീണ്ടുപോകുന്നതോറും തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവേറും. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കുറഞ്ഞതിലും അനുഗ്രഹമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ CPM-ന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എല്ലാ പ്രചരണത്തിന്റെയും നായകസ്ഥാനത്തുള്ളത്. അദ്ദേഹം തന്നെ അജണ്ടകൾ നിശ്ചയിക്കണം, അദ്ദേഹം തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി പറയണം, എതിരാളികളുടെ വിമർശനങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തേണ്ട പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. CPM-ന്റെ ദേശീയ നേതാക്കൾ പ്രകാശ് കാരാട്ടും സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടുമൊക്കെ ഇന്നും നാളെയുമൊക്കെയായി കണ്ണൂരിൽ തന്നെയുണ്ട്. പക്ഷേ സ്വാഭാവികം അവരുടെ പരിപാടികളൊന്നും ആ രീതിയിൽ, ബിജു കൃഷ്ണനുണ്ട്, ആ പരിപാടികളൊന്നും ആ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയോ ആളെ കൂട്ടാൻ കഴിയുകയോ ചെയ്യുന്ന പരിപാടികളല്ല. ഒരു രാഷ്ട്രീയ നിശ്ചയിക്കുന്ന പരിപാടികൾ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇത്തവണ ഈ CPM-ന്റെ ഈ കണ്ണൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർഭരണം എന്ന വലിയ സ്വപ്നം ഇപ്പോഴും അവർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ല. കണ്ണൂരിൽ മാത്രമല്ല പലയിടത്തും അത്ര കുറവുണ്ടായാൽ, പ്രത്യേകിച്ച് ഈ കോഴിക്കോട് പോലുള്ള മേഖലകളിലൊക്കെ വലിയ തിരിച്ചടിത്താണ് CPM നേരിടുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരൊക്കെ ഒരു സീറ്റ് പോലും കുറയാൻ CPM-ന് കഴിയില്ല. കണ്ണൂർ മണ്ഡലം തന്നെ കടുത്ത പോരാട്ടമാണ്. കഴിഞ്ഞ തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഇത്തവണയും അദ്ദേഹം തന്നെ ഇറക്കുമ്പോൾ CPM-ന് അത് നഷ്ടപ്പെടാതിരിക്കാൻ വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. അഴീക്കോട് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മണ്ഡലമാണ് CPM മുസ്ലിം ലീഗിൽ നിന്ന്. അവിടെ KV സുമേഷ് മത്സരിക്കുന്നു. അവിടെ ശക്തമായ പോരാട്ടമുണ്ട്. പേരാവൂർ ഒരു സ്റ്റാർ മണ്ഡലമായി ഇതിനകം മാറിക്കഴിഞ്ഞു. CPM-നും അവിടെ വിജയിക്കാൻ അനിവാര്യമാണ്. അത് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇല്ലെങ്കിൽ KK ശൈലജയെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് വിട്ട് അവരെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന ഒരു പഴി CPM-ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പേരാവൂർ അത്തരത്തിലുള്ള മണ്ഡലമാണ്. അങ്ങനെ ഓരോ മണ്ഡലം പരിശോധിക്കുമ്പോൾ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ ഒരിക്കലും നേരിടാത്ത പ്രശ്നങ്ങൾ CPM നേരിടുന്നുണ്ട്. ഫണ്ട് വിവാദം ഉൾപ്പെടെ ഒരു വിഭാഗം അണികൾക്ക് ഒരുപക്ഷെ ഈ CPM-ന് ഇത്തവണ ഒരു ഭരണമാറ്റത്തിന്റെ സൂചന, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ UDF-നെ സംബന്ധിച്ചുണ്ടാവുന്നത് അവരുടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കടുത്ത വെല്ലുവിളി ഇത്തവണ നേരിടുന്നുവെന്നോ. ആലപ്പുഴ ഉദാഹരിക്കാവുന്ന ജില്ലയാണ്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ CPM പിടിച്ചെടുത്ത് സംസ്ഥാന ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്ന ജില്ലകളിൽ ഇത്തവണ അവർ കടുത്ത തിരിച്ചടി നേരിടുന്നു. ചുരുക്കി പറഞ്ഞാൽ പയ്യന്നൂരും തളിപ്പറമ്പിലുമുള്ള വിമതശല്യം ആ മണ്ഡലങ്ങളിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലെയും കൂടി ബാധിച്ചേക്കാം. ആ ഒരു പ്രതീക്ഷ UDF-നുണ്ടല്ലേ? തീർച്ചയായിട്ടും UDF-ന് ഏറ്റവും വലിയ പ്രതീക്ഷ. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ലെ അസ്വാരസ്യങ്ങളാണ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ആയുധം. അവസാന നിമിഷം വരെ അവർ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF സ്ഥാനാർത്ഥികളെ കാത്തിരിക്കും. ഇത് രാഷ്ട്രീയമല്ല. പക്ഷേ എവിടത്തുകാരാ നിങ്ങള്? മൈസൂർ. ഓക്കെ. ഈ ടൂറിസ്റ്റുകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് എന്തായാലും ഈ സാധാരണഗതിയിൽ കോൺഗ്രസിലെ വിമതരെ കാത്തും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കാത്തും ഒക്കെ CPM ഇരിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും CPM എപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഈ ഭരണം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് പോലും കുറഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കും. കൊല്ലത്ത് വലിയ പ്രശ്നങ്ങൾ CPM-നുണ്ട്. പല സീറ്റുകളിലും ഇപ്പോഴും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ എന്ന്. പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ പോലും വലിയ വെല്ലുവിളി നേരിടുന്നു പറയുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം ടൈറ്റ് മത്സരമാണ് മൊത്തത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകും. അതാണ് സാഹചര്യം. ഇവിടുത്തുകാരല്ലേ, കണ്ണൂരുകാർ തന്നെയല്ലേ? അതിൽ വോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നോട് പ്രായം ആയിട്ടില്ല. ബീച്ച് കാണാറിയാണ് രാവിലെ. രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്യാവശ്യം. എന്താ മക്കളുടെ പേര്? രാഷ്ട്രീയം കാണുന്നുണ്ടോ? അത്യാവശ്യം. ഏത് മണ്ഡലത്തിലാ താമസിക്കുന്നത്? കണ്ണൂർ സിറ്റി തന്നെയാണോ? കണ്ണൂർ സിറ്റി നിയർ സ്റ്റാർ. ആരാ മത്സരിക്കുന്നത് ഇവിടെ? മോഹന്. LDF ആരാ മത്സരിക്കുന്നത്? കടന്നപ്പള്ളി. രാഷ്ട്രീയം ആരാ ജയിക്കുക ഇവിടെ? അറിയൂല, ആരാന്ന് കൊണ്ടുവന്ന അറിയില്ല. സർക്കാർ തുടരുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഒരു ഇതില് മാറാന് സാധ്യത ഉണ്ട് തോന്നുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 8th. ഈ മുഖ്യമന്ത്രി നിങ്ങളുടെ ജില്ലക്കാരനല്ലേ? എങ്ങനെയുണ്ട് മുഖ്യമന്ത്രിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മോളെന്ത് പറയുന്നു? അറിയാം അവിടെ ആരാ മത്സരിക്കുന്നതെന്ന് അറിയാം?
എങ്ങനെയാ ഭരണം മാറണോ? ഓക്കെ. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യം. കാരണം ഈ പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, രാഷ്ട്രീയക്കാരെയൊക്കെ എന്തോ കുറവുള്ള ആളുകളായിട്ടാണ്. മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റിയ ശേഷിയില്ലാത്ത ഒരുപാട് ആളുകളുള്ള സമയമാണ്. അവിടെയാണ് സ്വാഭാവികമായിട്ടും ഈ എവിടുത്തെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ഇവിടെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പല്ലേ? എങ്ങനെയുണ്ട് മത്സരം? അങ്ങനെ ഇലക്ഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ വേണ്ടി വന്നതാണോ? അല്ല, എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. വോട്ട് തളിപ്പറമ്പിലാണ്. വോട്ട് തളിപ്പറമ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടോ? ചെയ്തിട്ടല്ല, ഞാൻ അത് ചിലപ്പോൾ രണ്ടാമത് നോക്കിയിട്ട് വരണം. ഇതിൽ വോട്ട് ചെയ്യാൻ വരും. ആ, നല്ല പോരാണ് തളിപ്പറമ്പിൽ. തളിപ്പറമ്പ്. അതെ, ശ്രദ്ധിക്കുന്നുണ്ടോ ഇലക്ഷൻ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ? സ്വന്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മത്സരം ആരൊക്കെയാണെന്നുള്ളത്. തളിപ്പറമ്പിൽ ഇത്തവണ അസാധാരണമായ പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാവുമോ? തളിപ്പറമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഈ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നഗരസഭയുടെയൊക്കെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ കുറെ കാലമായിട്ട് ഒരു പാർട്ടി ഈ ഒരു നഗരസഭ അവരുടെ കയ്യിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ ഒരു പാർട്ടിയുടെ കയ്യിലും ആ രീതിയിലാണ് കുറെ കാലമായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ആൾക്കാരുടെ ആ ഒരു വോട്ടിന്റെ ഫലത്തിലാണ് പലപ്പോഴും നിഷ്പക്ഷരുടെ ഒരു വോട്ടായിരിക്കും ഇപ്രാവശ്യം തീരുമാനിക്കുക എന്നുള്ളത് ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. പാർട്ടിക്കുള്ള ആളുകൾക്ക് മാത്രമല്ല, നിഷ്പക്ഷരും വളരെ നിർണായകമായിട്ട് മാറും. അതെ, ഈ ഒരു തവണ അതുകൂടി നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റും. രാഷ്ട്രീയ പഠനകാലത്തൊക്കെ രാഷ്ട്രീയം ഉള്ള ആളാണോ? അല്ല, ഇല്ല, പഠനകാലത്ത് ഇല്ല. ഞാൻ ഞങ്ങളുടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജായിരുന്നു, അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഈ കണ്ണൂർ വരുമ്പോൾ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം പറയാനുണ്ട്. അത് ഏത് പക്ഷമെന്നുള്ളതല്ല, കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്, നിലപാടുണ്ട്. കേരളത്തിലെ യുവതകളൊക്കെ ആ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും കണ്ണൂര് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അനുശ്രീ, നമുക്ക് കാത്തിരിക്കണം ഇനിയുള്ള 2-3 ദിവസങ്ങൾ. കണ്ണൂരിൽ നിന്നും ചില സുപ്രധാനമായ രാഷ്ട്രീയ വാർത്തകൾ കൂടി പുറത്തു വരാനുണ്ട്. ഒന്ന്, ഈ ക്യാമ്പയിന്റെ ഏറ്റവും അവസാന ദിവസം പൊളിറ്റിക്കൽ ലീഡേഴ്സ് നടത്തുന്ന ഒരു ചില വെടിപൊട്ടിക്കലുണ്ട്. അതിനുള്ള സാധ്യത ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിലും ഒക്കെ അതുകൊണ്ട് തന്നെ അത്തരമൊരു സസ്പെൻസ് ബാക്കിയാവുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ രാവിലെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളിൽ ഒരു ട്വിസ്റ്റിനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പ്രസ് മീറ്റിൽ ഉണ്ടാകുമോ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കണം. കേരള രാഷ്ട്രീയം അത് തൽക്കാലം വടക്കൻ കേരളമാണ് ഇത്തവണ നിർണായക വിധിയെഴുത്തിന് തയ്യാറെടുക്കുന്നത്. അത് പ്രത്യേകിച്ച് കണ്ണൂരിലെ ചൂടിന് അല്പശക്തി കൂടുകയും ചെയ്യും. ശരി, കണ്ണൂരിൽ നിന്നും TG സജിത്തും VV അരുണുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.